ഈ ഡിവോഴ്സ് നമുക്കൊന്ന് ഒഴിവാക്കിക്കൂടെ? എനിക്കൊരു ചാൻസ് കൂടെ. മടുത്തി ക്യാൻറ്റീനും വക്കീലും കോടതിയും. ഒരു ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ ഏറ്റവും നഷ്ടം ഉണ്ടാവുന്നത് സ്ത്രീയായ എനിക്കാണ്. ഇതൊക്കെയാണോ നിന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടണത്? ചീത്തപ്പേര്, അഹങ്കാരിയും തുടങ്ങി എന്റെ വീട്ടുകാരുടെ സപ്പോർട്ട് പോലും എനിക്ക് കിട്ടില്ല. പിന്നെ ഈ പറയുന്ന നീ എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന എനിക്കറിയില്ലേ. അതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഇതിലിനി മാറ്റമൊന്നുമില്ല. ഇതൊക്കെ എല്ലാം വീട്ടിൽ നടക്കുന്ന കാര്യമല്ലേ? ഈ ചെറിയ കാര്യത്തിനാണോ നീ ഇതൊക്കെ ഇവിടെ എത്തിച്ച്? ചെറിയ കാര്യങ്ങളോ? എന്റെ ഫോൺ എടുത്ത് നോക്കാൻ നിനക്ക് എന്താ അവകാശം? ഞാൻ വേറെ എവിടെങ്കിലും പോകുന്നുണ്ടെങ്കിലേ അത് നിന്നെ കൊള്ളാഞ്ഞിട്ടാ. വല്ലതും കണ്ടാ തോന്നണ്ട. രാവിലെ തന്നെ കെട്ടിയൊരുക്കി പോണത് ജോലിക്ക് തന്നെയാണാവോ? അത് ആരുടെ കൂടെ? നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ നേരത്തെ തരാന്ന് പറഞ്ഞ പൈസ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. പറഞ്ഞ വാക്കിന് വില ഇല്ലാതെ നിന്റെ തന്തയ്ക്കടി. എൻ്റെ ഒരു അവസ്ഥ നോക്കണേ. രണ്ടാൾക്കും സാക്ഷ്യപ്പെട്ടവും ഞാൻ. ഇപ്പൊ നിന്റെ ഡിവോഴ്സ് കേസും എൻ്റെ അടുത്ത്. പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയല്ലോ. കോഫിയല്ലേ സാധാരണ കുടിക്കാറ്? കള്ളൊന്നും അല്ലടോ, ഇതൊരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ആണ്. കുമ്പായ കോഫി. ഇടയ്ക്കൊക്കെ നമ്മുടെ ശീലങ്ങളൊന്ന് മാറ്റി പിടിച്ചു നോക്കണം. എടാ, ഞാൻ പല രീതിയിലും ശ്രമിച്ചു നോക്കി, അവൾ അടുക്കുന്നില്ല. ഇമോഷണലി വരെ ട്രൈ ചെയ്തു, പക്ഷെ വേറെ വഴിയൊന്നുമില്ല. എടാ, ഓരോ കന്നന്തിരിവൊക്കെ കാണിക്കുന്നതിന്റെ മുന്നേ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ. അത് മാത്രമല്ല, അവൾക്ക് പഠിപ്പുണ്ട്, ജോലിയുണ്ട്. നിന്നെപ്പോലെ ഒരുത്തനെ സഹിക്കേണ്ട കാര്യമൊന്നും അവൾക്ക് എന്തായാലും ഇല്ല. ഇനി അവളുടെ സ്വർണത്തിനും പണത്തിനും പുറമെ അവൾക്ക് എത്ര രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരാമോ? ഇനി അതിനു വേണ്ടി അവൾ എന്തൊക്കെ നുണയാണോ പഠിച്ചു വെച്ചിട്ടുണ്ടാവും? അവൾ അങ്ങനെയൊന്നും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? എന്നേക്കാൾ കൂടുതൽ നിനക്ക് അവൾ അറിയൂ? അതല്ല, പക്ഷെ നിന്നെ പോലെ ചെറ്റല്ലെന്നറിയാം. ഒരു ഡിവോഴ്സ് കഴിഞ്ഞാൽ ജീവിതം തീർന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പണ്ട്. അച്ഛന്റെ മാനം, കുടുംബത്തിന്റെ ഭാവി എന്നൊക്കെ പറഞ്ഞ് കുറെ കാലം ഞാൻ പിടിച്ചു വെക്കാൻ നോക്കിയില്ലേ. പിന്നെ എനിക്ക് തോന്നി അതൊന്നുമല്ല, എനിക്ക് ഏറ്റവും വലുത് ഞാനാ. നീ ചോദിച്ചില്ലേ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയല്ലേ എന്ന്? ശരിയാക്കാനും തിരുത്താനും ഒന്നും എനിക്കിനി വയ്യ ജിത്തു. നിന്റെ ശീലങ്ങൾ നീ മാറ്റണമെന്നില്ല, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുള്ള ശീലങ്ങൾ എനിക്ക് മാറ്റിയേ പറ്റൂ.